ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരനെ ഫോൺ വിളിച്ചു. എന്നിട്ട് ഞാൻ അവളോട് ചോദിച്ചു, എന്നാണ്ട് വിശേഷം എന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഓ എന്നാ വിശേഷം, ഒരു സുഖവും ഇല്ലടി, ജീവിതം എന്ന് പറയുന്നത് ഒരു സുഖവും ഇല്ല, ഭയങ്കര ബോറാണ്. നേരം വെളുക്കുന്നു ഇരുട്ടുന്നു, നേരം വെളുക്കുന്നു ഇരുട്ടുന്നു എന്നല്ലാതെ എനിക്ക് യാതൊരു സുഖവും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവള് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് അതെന്നാൽ ഒരു വീഡിയോ ആയിട്ട് ഇടാന്ന്. ഞാൻ അപ്പൊ അവൾക്ക് മറുപടി ഒന്നും കൊടുത്തില്ല. ഞാന് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് വേറെ അല്ലാതെ ഞങ്ങള് ആസ് യൂഷ്വൽ വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാന് കുറച്ച് സമാധാനപ്പെടുത്തിയിട്ട് ഞാൻ ഫോൺ വെച്ചു. അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ ഇതൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു. എന്താണ് സുഖം, അല്ലെങ്കിൽ സുഖം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതും നമ്മുടെ ദേഹം എന്ന് പറയുന്നതും വേറെ വേറെ അല്ല. മനസ്സിന്റെ എക്സ്റ്റൻഷൻ ആണ് ദേഹം, അതുപോലെ തന്നെ ദേഹത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് മനസ്സ്. ഈ ഇടയ്ക്ക് നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരുപാട് അച്ചീവ്മെന്റ് ഒക്കെ നേടി ഒരു ഡോക്ടർ സൂയിസൈഡ് ചെയ്ത കാര്യം, അല്ലെ? എന്തുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത്? കാരണം അവരെപ്പോഴും നിരന്തരം എപ്പോഴും അച്ചീവ്മെന്റ് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ലാസ്റ്റ് അവർക്കൊന്നും ചെയ്യാനില്ല എന്നൊരു സ്റ്റേജ് വന്നപ്പോഴത്തേന് മനസ്സ് മടുത്തു കഴിഞ്ഞപ്പോൾ ലൈഫ് ബോറാണ്, ലൈഫ് വേസ്റ്റ് ആണെന്ന് തോന്നി തുടങ്ങി, സൂയിസൈഡ് ചെയ്തു. അങ്ങനെ പുറത്തുള്ള ഒരു വസ്തുവും നമ്മുടെ ഇന്ദ്രിയങ്ങളും കൂടെ കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലാണ് ഈ സുഖം എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽക്കഹോള് അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ഒരാള്, അപ്പം ഈ ആൽക്കഹോള് അയാളുടെ ഉള്ളിൽ ചെല്ലുമ്പോ അതിൽ നിന്നുണ്ടാവുന്ന ഇത് ബ്രെയിനിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖമാണ്, ആ ഒരു ഫീലാണ് അയാൾക്ക് സുഖമായിട്ട് മാറുന്നത്. അപ്പൊ അതിന് അയാൾ അഡിക്റ്റ് ആയി പോകും. എപ്പോഴും അത് കുടിക്കണം 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 എന്നൊരു ഫീല് കിട്ടി തുടങ്ങും. അതുപോലെ നമ്മളിൽ ഇല്ലാത്ത സുഖം നമ്മൾ മറ്റുള്ളവരിലേക്ക് തേടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് വസ്തുക്കളിലായിക്കോട്ടെ, അല്ലെങ്കിൽ വ്യക്തികളിലായിക്കോട്ടെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഒക്കെ നമ്മൾ സുഖം തേടിക്കൊണ്ടിരിക്കും. ഇതൊന്നും ശാശ്വതമല്ല, ഇതൊക്കെ ടെമ്പററി ആണ്. കാരണം നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സുഖം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അതെങ്ങനെയാ കണ്ടെത്തുന്നത്? 2-3 വഴികളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ കുറെ പ്രാവശ്യം കേട്ട് അത് ക്ലീശ ആയി കാണും, അല്ലെ? പക്ഷെ ഇതൊന്ന് കേട്ടു നോക്കുക. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും പറയാം, നമ്മളിപ്പം പറയാണ്, നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. അപ്പൊ അത് നമ്മൾ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അതിന് കാര്യമില്ല, മനസ്സിലാവുന്നുണ്ടോ? അത് ഉള്ളിൽ തട്ടി അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി നമ്മൾ പറയുമ്പോഴാണ് അതിനൊരു ഇത് കിട്ടുന്നത്. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാവേ. ഇപ്പം ഞാൻ പറയാണ്, നമ്മൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ നടക്കുന്നുണ്ട്. നമ്മള് രണ്ട് കാലും നിലത്തൂന്നി നമ്മൾ നടക്കുകയാണ്. ഒരു പാരലൈസിസ് ആയിട്ടുള്ള ഒരാളുടെ സുഖം എന്താണെന്നറിയാവോ? അയാളുടെ ആ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ പറ്റിയെങ്കിൽ അയാൾക്ക് ഇതിൽ പരം ഒരു സുഖം വേറെ കിട്ടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ബോഡി പാർട്സിനും നമുക്ക് ഒരു വിലയില്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കോടിക്കണക്കിന് അതായത് കോടീശ്വരന്മാരാണെന്നറിയാവോ നമ്മള്? നമ്മുടെ ഉള്ളിലുള്ള ഓരോരോ പാർട്സ് എടുത്ത് നോക്കിക്കേ. നമ്മുടെ ഹാർട്ടിന് എന്തോരം വിലയുണ്ട്. നമ്മുടെ വൃക്ക കൊടുക്കുകയാണ്, എത്ര ലക്ഷങ്ങളാണ് നമ്മള്. ഇത്രയും കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആസ്തിയുള്ള നമ്മളാണ് നമുക്കൊന്നും ഇല്ലേ എന്ന് പറഞ്ഞ് നമ്മള് ഇങ്ങനെ കാറ് വിളിച്ച് നടക്കുന്നത്, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ ഇരുന്ന് ചിന്തിക്കണം, അപ്പോഴേ ഇതിന്റെയൊക്കെ ഉത്തരം കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പണ്ട് ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ പണ്ടത്തെ കാലമായിരുന്നു നല്ലത്, പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, പണ്ടത്തെ കാലം ഭയങ്കര സുഖമായിരുന്നു. പണ്ടത്തെ കാലത്ത് എന്ത് സുഖം ഉണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നുള്ള ഫെസിലിറ്റീസും ഇന്നുള്ള കാര്യങ്ങളും പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നോ? എന്തോരം ബുദ്ധിമുട്ടിയാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ പറയും, നമ്മുടെ ഫോണിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്ന് പറയും. ഓക്കെ, അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് പണ്ട് ഫോൺ ഇല്ലായിരുന്നു. അന്ന് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും വിളിക്കണമെങ്കിൽ പണ്ട് നമ്മൾ STD ബൂത്തിൽ പോയി നിന്ന് കാത്ത് നിന്ന് വിളിക്കുമായിരുന്നു, അല്ലെ? STD ബൂത്തിൽ നിന്ന്. ഇപ്പം ഒരു ഹസ്ബൻഡും വൈഫും ആണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഹസ്ബൻഡ് ഇപ്പൊ ഗൾഫിലാണെന്ന് വിചാരിച്ചോ. അപ്പൊ വൈഫ് ഇവിടുന്ന് ഹസ്ബൻഡിനെ വിളിക്കുകയാണ്. ഒരു ഹസ്ബൻഡും വൈഫും സംസാരിക്കുന്ന കാര്യം മൊത്തം ആ STD ബൂത്തിൽ ഇരിക്കുന്നവൻ കേൾക്കും. ആണോ അല്ലയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ STD ബൂത്തിൽ ഇരിക്കുന്ന ആൾക്ക് ആ പ്രദേശത്ത് നടക്കുന്ന എല്ലാ കുടുംബത്തിന്റെയും കാര്യങ്ങൾ അയാൾ അവിടെ ഇരുന്നുകൊണ്ട് കേൾക്കുമായിരുന്നു. ഇന്ന് അതാണോ സ്ഥിതി? മാറിയില്ലേ? അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. പണ്ടത്തെ കാലം എന്ന് പറയുന്നത്, പണ്ടത്തെ കാലം കഷ്ടം തന്നെയായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്ത്, അല്ലെ? ആധുനിക യുഗത്തിൽ നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ പറയും, അയ്യോ പണ്ടത്തെ കാലമാണ് നല്ലത്, പണ്ടത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. പണ്ടത്തെ കാലത്തെ അമ്മമാര്
ഇപ്പം ഇത് എന്താ, സ്വിച്ച് ഇട്ടാല് വെള്ളം വരും അല്ലെ, സ്വിച്ച് ഇട്ടാ ഫാൻ കറങ്ങും, സ്വിച്ച് ഇട്ടാ AC ഉണ്ടാവും, എല്ലാം ഉണ്ട്. പണ്ടത്തെ കാലത്തോ, ഈ രാജാവിന്റെ കാലത്തൊക്കെ എത്രയോ രാജാക്കന്മാരാണെങ്കിലും വെഞ്ചാമരം വീശുന്ന ആൾക്കാരായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർക്ക് അന്നൊരു ഫാൻ ഉണ്ടായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോഴാണ് നമുക്ക് അതിന്റെയൊക്കെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ അങ്ങനെ വേണം നമ്മൾ ചിന്തിച്ചെടുക്കാൻ. അല്ലാതെ നമ്മൾ പണ്ടത്തെ കാലം നല്ലതായിരുന്നു, ഇപ്പോഴത്തെ കാലം, ഇന്നത്തെ വർത്തമാനത്തിൽ നമ്മൾ ജീവിക്കുക. നമുക്ക് കുറെ രൂപ അല്ലെങ്കിൽ കുറെ നമുക്ക് ഇന്നതൊക്കെ നമുക്ക് നേടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാവോ? വർത്തമാന കാലത്ത് ഇപ്പൊ നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളതിൽ വെച്ച് നമ്മൾ സന്തോഷിക്കുക പഠിക്കേണ്ടത്. അതിന് നമ്മൾ സന്തോഷിക്കുക, അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അതിന് ദൈവത്തിന് നന്ദി പറയുക. എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ ഡിഗ്രി ആയിക്കോട്ടെ, നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ ജീവിക്കുന്ന കുഞ്ഞു വീടായിക്കോട്ടെ, അതുപോലും ഇല്ലാത്ത പലരുടെയും സ്വപ്നങ്ങളാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എത്ര സ്ലമ്മിൽ ജീവിക്കുന്ന ആൾക്കാര്, അവർക്ക് ദൈവമേ ഒരു വീടെങ്കിലും കിട്ടിയെങ്കിൽ അവർ ആഗ്രഹിക്കും. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്? അയ്യോ എന്റെ വീട് ഓടാണ്, ഒന്ന് ടെറസ് ആക്കിയെങ്കിൽ നല്ലതായിരുന്നു. അത് അവസാനം ടെറസ് വീടാവും. ടെറസ് വീടായി കഴിയുമ്പോൾ പറയും ഇത് 2 നില വീടായിരുന്നെങ്കിൽ പിന്നെ നല്ലതാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അങ്ങനെയാണ്, അതിന് ഒരു ലിമിറ്റ് ഇല്ല. ഇങ്ങനെ ഒരു കാര്യം നമ്മൾക്കത് കിട്ടിക്കഴിഞ്ഞാല് ഒരു നിമിഷ നേരത്തേനുള്ള ആ ഒരു നൈമിഷ്യ സുഖത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മളൊരു ഒരു 10 കോടിയുടെ ഒരു കാറ് വാങ്ങിന്ന് വിചാരിക്കുക. ആ ഒരു കാറ് ഓടിച്ച് കൂടിപ്പോയി 1 മാസം അല്ല 2 മാസം, അത് കഴിയുമ്പോഴോ ആ മനുഷ്യൻ ആ കാറ് വെറുത്തു തുടങ്ങും. അപ്പൊ അയാൾ അതിനേക്കാളും കുറച്ചും കൂടെ വില കൂടിയ കാറിലേക്കായിരിക്കും അയാളുടെ ശ്രദ്ധ. അപ്പൊ ഇതിൽ കുറ്റം കണ്ടു തുടങ്ങും. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടല്ലോ ഒന്നിലും തൃപ്തി ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മള് ഇങ്ങനത്തെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ നമ്മൾ ആഴത്തിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേന് നമുക്ക് തന്നെ മനസ്സിലായി തുടങ്ങും. പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വെറുതെ കിട്ടുന്നോണ്ടാണ് ഈ മൂക്കിലൂടെ വെറുതെ ശ്വാസം എടുക്കുന്നോണ്ടാണ് ഈ ഓക്സിജന്റെ വില അറിയാത്ത. ഒരു ദിവസം ഓക്സിജൻ ഇല്ലാണ്ട് ഓക്സിജൻ വില കൊടുത്ത് മേടിക്കണം, അന്നേരപ്പോഴേ അതിന്റെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ എത്ര സത്യമായ കാര്യം. നമുക്കിതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴല്ലോ നമുക്ക് ഇതിനൊന്നും ഒരു വില ഉണ്ടാകത്തില്ല. നമ്മുടെ ശരീരം ഇപ്പം നമ്മൾ നല്ല ആരോഗ്യവാന്മാരായിട്ട് നടക്കുമ്പോൾ നമുക്ക് അതിനൊരു വില ഉണ്ടാകത്തില്ല. നമ്മൾ എത്ര പേര് നമ്മുടെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് അല്ലെ? നമ്മൾ പറയാറേ ഇല്ല. അതൊക്കെ നമ്മൾ പറഞ്ഞ് ശീലിക്കണം. അതുപോലെ തന്നെയാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ, ഗൈഡഡ് മെഡിറ്റേഷൻ പോലെയല്ല. ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുത്തുകയാണ് വേണ്ടത്. അപ്പം അതിന് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. എൻ്റെ ഒരു ഗുരു, അതായത് കർണാടകത്തിലുള്ള ഒരു ഗുരു പറഞ്ഞു തന്ന ഒരു ടെക്നിക്കാണ്. ഞാനത് ഇപ്പോഴും ചെയ്യുന്നതാണ്. വളരെ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടുന്ന ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഈ ധ്യാനത്തിന് വേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണാടിയും വേണം, ഒരു മെഴുകുതിരിയും വേണം. ഈ 2 കാര്യങ്ങൾ വേണം കേട്ടോ. ഇതെങ്ങനെയാ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പറ്റുന്നവരാണെങ്കിൽ നമ്മള് ദേഹശുദ്ധിയൊക്കെ വരുത്തിയതിനു ശേഷം നമ്മൾ വാതില് അടച്ചിട്ട് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കുക. എന്നിട്ട് വാതിലടയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇരിക്കുന്നതിന്റെ കുറച്ച് ഗ്യാപ്പില്, അതായത് നമ്മളുടെ ബോഡി കാണുന്ന പോലെ ഈ കണ്ണാടി വെക്കുക. ഈ കണ്ണാടി വെച്ചിട്ട് ഇതിന്റെ നടുക്കായിട്ട് മെഴുകുതിരി കത്തിച്ചു വെക്കുക. ഈ മെഴുകുതിരിയുടെ വെട്ടത്തിലാണ് നമ്മളെ കാണുന്നത് കേട്ടോ. ബാക്കി ലൈറ്റ് ഒക്കെ ഓഫ് ആയിരിക്കണം, ഡോറൊക്കെ ക്ലോസ് ചെയ്തിരിക്കണം, ഭയങ്കര പ്രശാന്തമായിട്ട്. ഇത് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പിള്ളേരും വീട്ടുകാരും അല്ല ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന നമുക്ക് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ധ്യാനമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എന്നിട്ട് ഈ മെഴുകുതിരി വെട്ടത്തിൽ നമ്മളെ തന്നെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക. വേറൊന്നുമില്ല. നമ്മുടെ മൈൻഡ് കൺട്രോളിലൊന്നും നമ്മൾ വരുത്തണ്ട. നമ്മളെ തന്നെ നോക്കുക. ഈ കണ്ണാടി നോക്കുക. നമ്മളുടെ ഈ ഭ്രൂമധ്യം എന്ന് പറയും, ഇവിടെ ഞാൻ ഈ പൊട്ടി വെച്ച ഈ ഭാഗത്ത് ഇവിടെ ആയിട്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ കണ്ണിങ്ങനെ പതിപ്പിക്കുക. ആ അവിടേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക. കണ്ണ് അടയ്ക്കാൻ പാടില്ല. എത്ര മാക്സിമം നമുക്ക് കണ്ണ് തുറന്ന് വെക്കാവോ അത്രയും നമ്മൾ കണ്ണ് തുറന്ന് പിടിക്കുക. അപ്പൊ എന്താണെന്നറിയാവോ, നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി തുടങ്ങും. അപ്പൊ ഉണ്ടല്ലോ മനസ്സ് ഇങ്ങനെ ഇട്ട് നമ്മളെ ഇത് ചെയ്യും. അപ്പൊ അതായത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴയുന്ന പോലെ ആവും, അല്ലെങ്കിൽ മൂക്ക് ചൊറിയാൻ തോന്നും. ഇങ്ങനെ പിടിച്ചിരുന്നോണം കേട്ടോ. ഒരു കാരണവശാലും നമ്മുടെ ബോഡി അനക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ മനസ്സ് കാണിക്കുക. അതായത് നമ്മുടെ ശ്രദ്ധേനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് ഈ നമ്മുടെ മൈൻഡിന് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മുടെ ബോഡി ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ മനസ്സ് അഗ്രസീവ് ആയി തുടങ്ങും. അപ്പൊ ഇങ്ങനെ നമ്മൾ എങ്ങാനും മൂക്ക് ചൊറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോയി. അതുകൊണ്ട്
ഇങ്ങനത്തെ പല പല ഫീലിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടായി തുടങ്ങും. അനങ്ങാൻ പോകരുത്. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായി തുടങ്ങും. അപ്പൊ നമുക്ക് ആ ഫീലിങ്സ് ഒക്കെ പോകും. പോയി കഴിയുമ്പോട്ടുണ്ടല്ലോ നമ്മുടെ ഈ ഭ്രൂമധ്യത്തിൽ നമ്മൾ ഇങ്ങനെ നോക്കുക. നമ്മൾ നോക്കുമ്പം കുറച്ച് ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥത പോലെ പല രൂപങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. പക്ഷെ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നും നമ്മൾ പേടിക്കേണ്ട. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ആയി തുടങ്ങിയായിരുന്നു. എനിക്ക് വേറെ വേറെ ഭയാനകമായ രൂപങ്ങളൊക്കെ ഞാൻ എന്റെ ഇങ്ങനെ കണ്ണാടിയിൽ എനിക്ക് കാണുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു വല്ലാത്തൊരു മാറ്റം അത് മനസ്സിലാവുന്നത്. വല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് കൺട്രോളിൽ വരും കേട്ടോ. നല്ല കൺട്രോളിൽ വന്ന് കാമായി നമ്മുടെ മൈൻഡ് നമ്മൾ അങ്ങനെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇരിക്കാൻ പറ്റും. അത് ഞാൻ എത്ര ഗൈഡഡ് മെഡിറ്റേഷൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങിയപ്പോൾ വളരെ നല്ലൊരു ഭയങ്കര ഫീലിംഗ് ആണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. ഒരു മടുപ്പ് ഉണ്ടാവത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിങ്ങനെ നോക്കുക. അപ്പൊ കണ്ണിൽ കൂടെ വെള്ളം വരും. അപ്പം അടുത്ത് വല്ല വെള്ളമൊക്കെ വെച്ചിട്ട് ഒന്നും കൂടെ കണ്ണ് നമ്മൾ ഒന്ന് നനച്ചു കൊടുത്തിട്ട് അങ്ങനെ നോക്കിയിരിക്കുക. ഇങ്ങനെ ഇരിക്കും തോറും ഉണ്ടല്ലോ നമ്മൾക്ക് ഒരു നല്ല ഒരു വല്ലാത്തൊരു ഫീലിംഗ് വരും. നമുക്ക് വല്ലാത്തൊരു സുഖം കിട്ടി തുടങ്ങും. അത് എന്താ നിങ്ങൾക്ക് അനുഭവിച്ചെങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റൂ. അല്ലാതെ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അത് ഫീൽ ആവത്തില്ല. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്ക്. നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ശാന്തമായി തുടങ്ങും. ഇതാണ് നമ്മുടെ മനസ്സിനെ മെരുക്കാൻ ഏറ്റവും നല്ലൊരു ധ്യാനമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടാറ്റാ.